അല്ല കല്യാണം കഴിഞ്ഞില്ല, ഒരുപാട് ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഉം. ആ. 28 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ആ. പിന്നെ ഒരു മധ്യ കേരളത്തിൽ ആ. നിന്നുള്ളതാണ്. ആ. നമ്മളെ ഒരു പിന്നെ ഈ ഒരു മാപ്പിള ഉം. കൾച്ചറിന്റെ ഭാഗമല്ല. ഉം. ആ, 28 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് കല്യാണം ബാധ്യത. കഴിക്കാനായിട്ടില്ല, എനിക്ക് ഒരുപാട് ബാധ്യത ഉണ്ട് എന്ന് പറയേണ്ട ഒരു അവസ്ഥ. ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് എന്ന് ചിന്തിക്കുന്ന സ്ഥലങ്ങളാണ്, നാടുകളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള. അവിടൊക്കെ വർക്ക് പ്ലേസിൽ സ്ത്രീകൾ ഈ ഗൃഹത്തിലുള്ള പീഡനത്തെക്കാളും വലിയ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പഠനം ഉണ്ട്. കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് ഇതൊരു രസമായിട്ട് തോന്നുന്നുണ്ട്, ആ. ജോലിക്ക് പോവുക, കയ്യിൽ കാശുണ്ടാകുക അതെ, എന്നുള്ളത്. അതെ, അതെ. പക്ഷെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉം. ഇവരിൽ നിന്ന് കാശ് നിർബന്ധമായും പ്രതി പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ. ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാനായിട്ടില്ല, ആ. ഒരുപാട് ബാധ്യത ഉണ്ട്. അതെ. ഇത് നമ്മൾ ആൺകുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ആ. ആ. പെങ്ങന്മാരെ കെട്ടിക്കാണ്ട് വീടാകാണ്ട് ഒരുപാട് ബാധ്യത ഉണ്ട്, കല്യാണം കഴിക്കാനായില്ല. ആനുകൂല്യങ്ങളും അവകാശങ്ങളും മാത്രം ചോദിക്കുക, ഉത്തരവാദിത്തങ്ങൾ പറ്റാതിരിക്കുക എന്നുള്ളത് എന്നും അനുവദിക്കപ്പെടുന്നില്ല. അനുവദിക്കപ്പെടൂല. ആ, അതെ. ആ. ഏതുപോലെ ഇപ്പൊ ജനാധിപത്യത്തിൽ ഇപ്പൊ നമ്മളാണ് ഭരണത്തെ നിയന്ത്രിക്കുന്നു എന്നൊക്കെ ഒരു വ്യാജബോധം പൗരനിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അതെ. ഏഹ് സത്യത്തിൽ ആ. നമ്മളെ റോൾ എത്ര ശുഷ്കാണെന്നുണ്ടെങ്കിലും. അതെ. എന്ന് മാത്രല്ല ഇപ്പോ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് എന്ന് ചിന്തിക്കുന്ന സ്ഥലങ്ങളാണ്, നാടുകളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള. അവിടൊക്കെ വർക്ക് പ്ലേസിൽ സ്ത്രീകൾ ഈ ഗൃഹത്തിലുള്ള പീഡനത്തെക്കാളും വലിയ പീഡനങ്ങൾ ഉം. അനുഭവിക്കുന്നുണ്ടെന്ന് പഠനം ഉണ്ട്. കാണിക്കുന്നുണ്ട്. പലപ്പോഴും അത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ പഴയ കാലത്തെ വിവാഹ ജീവിതത്തെയൊക്കെ, അല്ലെങ്കിൽ പഴയ കാലത്തിന് അത് തിരിച്ചു പിടിക്കാനുള്ള ടെൻഡൻസി, താല്പര്യം താല്പര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള. യൂറോപ്പികളൊക്കെ വന്നിട്ടുണ്ടെന്നും കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊരു സുഖമുള്ള ജീവിതമാണല്ലോ. ആണ് ഏൺ ചെയ്യുന്നു, അതെ. ഇവിടെ വരുന്നു, സംഗതികൾ അനുഭവിക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ട സ്വാഭാവിക കാര്യങ്ങളാണ് എന്ത്, പിന്നെ പ്രസവിക്കാൻ ആണിന് കഴിയൂല ഒരിക്കലും. പിന്നെ മുലയൂട്ടാൻ ആണിന് കഴിയില്ല. വളരെ നല്ല രീതിയിൽ പരിപാലിക്കാനൊന്നും കഴിയില്ല. ഇത് അവരുടെ ഒരു വളരെ പോസിറ്റീവായ സംഗതിയാ. അതൊരു അടിമത്വമൊന്നുമല്ല. അതൊരു പോസിറ്റീവായ സംഗതിയാ. അത് സമൂഹത്തിന് അവർ കൊടുക്കുന്ന വലിയ സേവനാ. അതിനെ അവർക്ക് ഡിഗ്നിറ്റി കൊടുക്കണം. ആ ഡിഗ്നിറ്റി അവർക്ക് സ്വയം തിരസ്കരിച്ചിട്ട്, ഈ മനുഷ്യന്റെ സ്വാഭാവികമായ പ്രക്രിയകൾ, ഈ നേരത്തെ മുലയൂട്ടൽ, അതുപോലെ തന്നെ പിന്നെ പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞ ആ ശരീരത്തിൽ നടക്കേണ്ട പ്രകൃതിപരമായി കിട്ടിയ ഒരു സാധനാ. ആ സാധനത്തെ തിരസ്കരിക്കുക വഴി അവർക്ക് ആ സ്വാഭാവികമായ പ്രക്രിയ നഷ്ടപ്പെടുകയും, പകരം വലിയ രോഗങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന സാധനങ്ങളൊക്കെ റിപ്പോർട്ട് പഠനങ്ങൾ വരുന്നുണ്ട്. ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥിതിക്കൊക്കെ വിവാഹം, കുടുംബജീവിതം ഒക്കെ സ്വാഭാവികമായിട്ട് നടക്കേണ്ടതും, അതിൻ്റെ എല്ലാ ഊഷ്മളതയും അനുഭവിക്കുമ്പോഴാണ് ജീവിതത്തിൽ അവർക്ക് വലിയ അതെ, നന്മയും മേന്മയും വിജയവും ഉണ്ടാവുള്ളൂ. ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങള് ശ്രദ്ധ ക്ഷണിച്ച് എനിക്ക് തോന്നുന്നു കുറേ ഉം. പ്രധാനപ്പെട്ട ഉം. വിഷയങ്ങളിലേക്കാണ്. ഉം. ഒന്ന്, ഈ ജോലിസ്ഥലം ആകർഷകമാണ് എന്ന ആ. ഒരു തെറ്റിദ്ധാരണ. വലിയ ഒന്ന് ഏറ്റവും പ്രധാനം. തെറ്റിദ്ധാരണയാണ്. അതെ. അതെ. അത് ഏറ്റവും വർക്ക് വലിയൊരു പ്ലേസ്. മിത്താണത്. ഉം. 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 ജോലിക്ക് പോവാന്ന് പറഞ്ഞാൽ എന്തോ ആനന്ദകരമാണ് ഉം. എന്ന രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉം. ആ, ഉം. സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളടി പ്രത്യേകിച്ച് ഉം. സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ സംശയം. പുരുഷന്മാർക്ക് ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, ഇല്ല, ഇല്ല. അപ്പോൾ സത്യത്തിൽ ഇഷ്ടമുള്ള ജോലി, നമ്മളെ പാഷനോട് പാഷൻ യോജിക്കുന്ന ജോലി, ജോലി. ആ. ആ. ഇഷ്ടമുള്ള അന്തരീക്ഷത്തിൽ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും രസമുള്ള സംഗതിയായിരിക്കും. രസമുള്ളതായിരിക്കും. അതെ. അതിന് റിവാർഡും കിട്ടുമ്പോൾ, കിട്ടുമ്പോൾ, ഏണിങ്സും കിട്ടുമ്പോൾ. ഏർണിങ്സ് പക്ഷെ കിട്ടുമ്പോൾ അത് എത്ര ശതമാനം ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ ആണായാലും പെണ്ണായാലും കുറച്ച് സ്ഥലത്ത്. ഇഷ്ടമുള്ള ജോലി, ഇഷ്ടമുള്ള പാഷൻ, ചിലപ്പോൾ പാഷൻ ആണെങ്കിലും അവിടെ ഇഷ്ടമില്ലാത്ത കുറേ കാര്യമുണ്ടാവും. ഇപ്പോൾ അതെ. ഒരു ടീച്ചിങ് പാഷനായ ഒരാൾക്ക്, ആ. അയാൾക്ക് ഇഷ്ടമില്ലാത്ത കുറേ ആ. ചുറ്റുപാട് അവിടെ ഉണ്ടാവും. ചുറ്റുപാടോടെ ഉണ്ടാവും. കുറേ അതൊക്കെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജോലി പൂർണ്ണമായ അയാളുടെ ഇഷ്ടത്തിനാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉം. അപ്പോൾ ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ പൂർണ്ണമായ ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ ഉം. കഴിയുള്ളൂ. ഉം. സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടുള്ളൂ. ഒരു ആനന്ദവും സംതൃപ്തിയും ജോലിയിൽ നിന്ന് കിട്ടുള്ളൂ. ഉം. അല്ലെങ്കിൽ പൈസ മാത്രമേ നിന്ന് കിട്ടുള്ളൂ. ഉം. ഉം. അതെ. പിന്നെ പിന്നെ എൻഗേജ്ഡ് ആവും, വെറുതെ ഇരിക്കുന്നതിന് പകരം എൻഗേജ്ഡ് ആവും എന്നുള്ളത് മാത്രമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധിതനാണ്, ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഉം. പിന്നെ ഇത് സഹിച്ച് എന്ത് ജോലിയും ചെയ്യും എന്നുള്ളതാണ് ഉം. ഉം. ഇതുവരെ പുരുഷൻ്റെ ഒരു രീതി. ഉം. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം മനുഷ്യരെടുത്ത് നോക്കിയാൽ ഉം. അതിൽ 90-ലേറെ 95-ലേറെ ആളുകളും ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്ന ജോലിയല്ല. അതെ. എങ്ങനെയെങ്കിലും ഇപ്പം നമ്മൾ ജീവിതം കഴിക്കാൻ. ഒരാളോട് ചോദിക്കും, നിങ്ങൾക്ക് 1,00,000 വരുമാനം എല്ലാ മാസവും നിങ്ങളെ അക്കൗണ്ടിലേക്ക് തരാം, ഉം. മരണം വരെ നിങ്ങൾ ഇനി ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചാൽ, എന്നാൽ ഞാൻ ഈ പണി നിർത്തുകയാണെന്ന് പറയാൻ താല്പര്യമുള്ളവരായിരിക്കും ഉം. ജോലിക്ക് പോണതിലെ ഭൂരിപക്ഷം ആളുകളും. ഉം. ഉം. അറ്റ്ലീസ്റ്റ് ആ ജോലി ഞാൻ നിർത്തുകയാണ്, ഇതെനിക്ക് വയ്യാന്ന് പറയും. ഉം. ഉം. അപ്പോൾ സത്യത്തിൽ ഇടങ്ങേറായിട്ട് സഹിച്ച് ചെയ്യാണ്. ഉം. അതൊരു ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട്, കുടുംബം ഉള്ളതുകൊണ്ട് ആ. കൂട്ടുകുടുംബം. ചെയ്യണ ഒരു ഉം. സംഗതിയാണത്. ഉം. ഉം. ഉം.
അല്ലാതെ അതൊരു ആകർഷകമായ സംഗതിയല്ല. അത് പോയി ഈ ഭാരം തലയിൽ കുടുങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഉം, ഉം, ഇവിടെ ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ ഭൂരിപക്ഷത്തിനും ഈ അനുഭവത്തിലേക്ക് അവരിപ്പോഴും എത്തിയിട്ടില്ല. ഉം, ഉം, അങ്ങനെ ഒരു തലമുറയിലുണ്ട്. ഉം, എന്താണെന്ന് വെച്ചാൽ ഈ ഏൺ ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ തന്നെ അവരുടെ ഏണിങ് പലപ്പോഴും അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോലത്തെ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഉം, അതൊരു ബോണസ് മാത്രമാണ്. ഉം. കുടുംബത്തിൻ്റെ ഭൂരിപക്ഷം ഭാരവും എപ്പോഴും ആരേൽക്കും? ആണെന്നെ ആണേൽക്കും. വെക്കുന്നത്. ആ. അപ്പോൾ പിന്നെ വീടുണ്ടാക്കൽ, സ്ഥലം വാങ്ങൽ, ഉം, പ്രധാനപ്പെട്ട ചിലവൊക്കെ ആണേൽക്കും. ഉം, ഉം. പെണ്ണിനെ സംബന്ധിച്ച് ഈ വരുമാനം 8,000 10,000 20,000 ഉണ്ടെങ്കിൽ ഉം. പോലും അതെന്താണ്? ഓളെ ബോണസായിട്ട് കീശയ്ക്ക് കീശ കിട്ടുന്ന ഒരു ബോണസാണ്. ബോണസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെന്താണ്? ആ, ആകർഷകമാണ്. ആകർഷകമാണ്. അതെ, കാരണം അതെ. കയ്യിൽ വലിയ കുറച്ച് ഉത്തരവാദിത്വമൊന്നും ഒരു വലിയ ഏറ്റെടുക്കൂല. ഉത്തരവാദിത്വമൊന്നുമില്ല, ഒരിക്കലും ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമില്ല, ആ സമൂഹം കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. കൊടുക്കൂല. എന്നാൽ അവനവന് ഇഷ്ടമുള്ളത് വാങ്ങാനും ഉം, തിന്നാനും ഉം, പോകാനൊക്കെ ഒരു കയ്യിൽ കാശുണ്ട്, അതൊരു സുഖമുള്ള ഉം, സംഗതിയാണ്. ഉം, പക്ഷെ അത് സത്യത്തിൽ ഈ പുരുഷൻ്റെ അധ്വാനത്തിൻ്റെ ചെലവിൽ ഉം, കിട്ടുന്ന ഉം. ആ, ഒരു ബെനിഫിറ്റാണത്. അതെ. അത് പിന്നെ ഈ തുല്യത ചോദിക്കുകയും പുരുഷനെ പാട്രിയാർക്കി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ട് ഉം, ഇത് എല്ലാ കാലത്തും അനുഭവിക്കാൻ പറ്റുന്ന ഉം, എന്ത് ചെയ്യണ്ട, ഉം. സ്ത്രീ സമൂഹം തെറ്റിദ്ധരിക്കേണ്ട. അതെ, അതെ. സ്ത്രീ സമൂഹം മീൻസ് ഈ പറഞ്ഞ അതെ, ഒരു അതെ, ഒരു അതെ, അതെ, ഫെമിനിസ്റ്റ് അതെ. സമൂഹം അതെ. തെറ്റിദ്ധരിക്കേണ്ടിയില്ല. കാരണം അവള് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ഘട്ടം ഏറ്റെടുക്കേണ്ടി ഉണ്ടാണെങ്കിൽ വരും. ഇത് സഹിക്കാൻ അതാണ് പറ്റാത്തതായിരിക്കും. അതപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം വരും. അൺബിയറബിൾ ആയിരിക്കും. അതിലേക്ക് നമുക്ക് വരാൻ പറ്റും, സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം. നിർബന്ധമായും ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടം വരും. ഉം, ആ രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ ഓൾറെഡി ഉം, തുടങ്ങിയിട്ടുണ്ട്. ഉം, അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഉം, അപ്പോൾ ഈ ജോലി എന്നത് ആകർഷകമായി മാറുന്നത് ഇതൊരു ബോണസായിട്ടും ഉം. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് സംഘർഷം സോഫ്റ്റ് ഇല്ല ആയിട്ടുള്ള ജോലി ഒക്കെ കിട്ടുമ്പോഴാണ്. ആകുമ്പോഴാണ്. ഉം. അതേസമയം ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരണമെങ്കിൽ പിന്നെ കയ്യിൽ കാശുണ്ടായേ പറ്റൂ പറ്റൂ. എന്നൊരവസ്ഥ ഒരു മനുഷ്യൻ്റെ തലയിൽ പറഞ്ഞാൽ ഇത് ഏറ്റവും ഭാരമുള്ള ഒരു ഉം, സംഗതിയാണ്. ഉം, ഉം. മാത്രമല്ല അവിടെ നമ്മളെ വില തന്നെ നഷ്ടപ്പെടുന്ന ഒരു സംഗതി. നമ്മളൊരു ഒരു വെസ്റ്റേൺ ഒരു അമേരിക്കൻ പിന്നെ മറ്റേ കൊമേഡിയൻ്റെ കോട്ടാണ്, പക്ഷേ സംഗതി ഒരു വളരെ വാലിഡ് ആയ ഒരു കോട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഉം. പിന്നെ ഞാൻ പലപ്പോഴും പലയിടത്തും ക്ലാസ്സിൽ പറയാറുണ്ട് കുട്ടികളോട് ഇത് തന്നെ. പിന്നെ പെണ്ണിനും കുട്ടിക്കും പട്ടിക്കും മാത്രമേ സ്വന്തമായി വിലയുള്ളൂ, ആണിന് സ്വന്തമായി വിലയില്ല എന്ന് മൂപ്പര് പറഞ്ഞത്. ആ, അതിൽ വെസ്റ്റ് എന്നായതുകൊണ്ടാണ് അതിൽ പട്ടി കയറി ആ, വരുന്നത്. ആ, ആ, ആ. അപ്പം അതിൻ്റെ വിശദീകരണം നമ്മുടെ നാട്ടിലും വസ്തുതയാണ്. എന്ന് ഉം, പറഞ്ഞാൽ ഒരു ഒരു 20 വയസ്സ് 25 വയസ്സായ ഒരു പുരുഷൻ, ഒരു ആൺകുട്ടി, ഒരു യുവാവ് ഉം. വീട്ടിൽ വെറുതെ ഇരുന്നാലും അവന് വല്ല വില ഉണ്ടാവും. ഒരു വിലയുണ്ടാവും. പഠിക്കാൻ പോവുകയാണെങ്കിൽ ഓക്കെ, അതെ, അതൊരു ഘട്ടം കഴിഞ്ഞാൽ സ്വന്തം താങ്ങണം. അതെ. ഇനി പഠിക്കാനൊന്നും പോകണില്ല, ഓൻ വെറുതെ അങ്ങനെ വീട്ടിലിരിക്കുക, എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല ഉം, എന്ന് പറഞ്ഞിരുന്നാൽ ഉം. പോയി പണിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ആട്ടും. ആട്ടും. ഉം. ഇനി അഥവാ തിന്നാൻ കിട്ടിയാൽ തന്നെ ശപിച്ചുകൊണ്ടേ തിന്നാൻ കിട്ടാൻ കിട്ടുള്ളൂ. കിട്ടുള്ളൂ. ഏ, വാ- ഇടക്കിടക്ക് പറയും. ഓ, ഇടക്കിടക്ക് ബാപ്പിയും അഞ്ചന്മാരും ജ്യേഷ്ഠന്മാരും നയിച്ചു കൊണ്ടുവരുന്നത് തിന്നാൻ വേണ്ടിയിട്ടൊരു ജന്മം ആ, എന്നത് കേട്ടുകൊണ്ട് മാത്രമേ അവൻ എന്ത് ചെയ്യാൻ ഒരു പറ്റുള്ളൂ. ഉടുപ്പില്ലെങ്കിലേക്ക് അത് ആ, തിന്നാൻ പറ്റുള്ളൂ. ഉളുപ്പില്ലെങ്കിലേ തിന്നാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ആണ് ആ, കുട്ടിയല്ല, ഒരാണാകലോടുകൂടി അവന് വീട്ടിൽ grown up സമൂഹത്തിൽ ആയിട്ടുള്ള വില വേണമെങ്കിൽ എന്ത് വേണം? ജോലി ജോലി ചെയ്ത് കാശ് കൊണ്ടുവരണം. കാശ് കൊണ്ടുവരണം. ജോലി വെറുതെ ചെയ്തിട്ടും കാര്യമില്ല, ഉം, കാശ് കൊണ്ടുവരണം. ഉം. അപ്പോൾ ആണിന് സ്വന്തമായി വിലയില്ല, ആണ് കാശ് കൊണ്ടുവന്നാൽ മാത്രമേ വിലയുള്ളൂ. വാല്യൂ ഉള്ളൂ. ഈ അവസ്ഥ ആർക്കില്ല? പെണ്ണിനില്ല. പെണ്ണിന് ഇന്നത്തെ സമൂഹത്തിൽ 20 വയസ്സൊരു പെൺകുട്ടി കഴിഞ്ഞൊരു പെൺകുട്ടി എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, ആ, ഞാൻ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഇവരെ കല്യാണം കഴിക്കാത്തിന് എന്തെങ്കിലും പറയുന്നല്ലാണ്ട് ആ, ഓൾക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ ഈ ശാപമൊന്നും ആരും പറയില്ല. പറയില്ല ഓള് ഒരിക്കലും. മരണം, ഇനി അതല്ലെങ്കിൽ ഒരട്ടം വിവാഹം ചെയ്ത് വിവാഹമോചിതമായിട്ട് പിറ്റേന്ന് തന്നെ തിരിച്ചു വന്നൊരു പെൺകുട്ടി മരണം വരെ നിങ്ങൾക്ക് കല്യാണം വേണ്ട പറഞ്ഞിട്ട് വീട്ടിൽ ആങ്ങളാരും ഓളെ മര്യാദക്ക് നോക്കും, നോക്കും. ഒരു മാന്യമായ കുടുംബത്തിൽ. ഉം. എന്നാൽ പോലും ഈ തെറി സ്ഥിരമായി കേൾക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല, വരില്ല. ഉണ്ടാവില്ല, ഉണ്ടാവില്ല. ആ, കുട്ടിക്കില്ല, കുട്ടിക്ക്. കുട്ടിക്ക് വില ഉണ്ട്. ഉം. അത് അവിടെ പറഞ്ഞപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിൽ പട്ടിക്കും എന്തുണ്ട്? ആ, ആ. വില ഉണ്ട്. വില പട്ടിയും ഉണ്ട്. കാശ് കൊണ്ടുവരേണ്ട കാശ് ആവശ്യമില്ല, കൊണ്ടുവരില്ല. അത്യാവശ്യം നല്ല തിന്നാനുള്ളത് അതെ, വീട്ടിൽ നിന്ന് കിട്ടും. കിട്ടും. അതെ. മാന്യമായി തിന്നാൻ തിന്നാൻ കിട്ടുമോ പോലും ഇല്ലാത്ത വിധം വില ഇല്ലാത്തതാർക്കാണ്? ആണിനാണ്. ആണിന്. അഥവാ ആണിന് വില വേണമെങ്കിൽ എന്ത് വേണം? ഏണിങ്സ് വേണം. ഏണിങ്സ് വേണം, കാശ് കൊണ്ടുവരണം. അത് ഇനി ചെറുപ്പം കഴിഞ്ഞ് നമ്മളൊരു 60 വയസ്സായ ഒരു വല്യപ്പ അല്ലെങ്കിൽ ഒരു വൃദ്ധൻ, ഉം. അയാൾ ജോലിയൊക്കെ റിട്ടയർ ആയിട്ട് കയ്യിൽ കാശില്ലെങ്കിൽ പോലും ഇതാണ് അവസ്ഥ. ഇത്ര അതെ. കാലം അവർ കൊണ്ടുവന്നില്ല എന്നുള്ളതല്ല, ആ, 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 അതെ. കയ്യിൽ കാശില്ലെങ്കിൽ അവിടെയും വിലയില്ല. വല്യപ്പാക്ക് ഇപ്പൊ വിലയില്ല. ഗൾഫിലൊക്കെ വരുന്ന ആ, പ്രവാസികളുടെ ഒക്കെ പ്രവാസികൾക്ക് അവസ്ഥ ഇന്നും അതാണ്. അതാണ് ഇഷ്ടം പോലെ കാശ് ഒരു കാലത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. വീട്ടിലുണ്ടാവും. പക്ഷെ ഒരു സമയത്തുമ്പോൾ കൊടുക്കാൻ കഴിയാത്ത കഴിയുന്നില്ലെങ്കിൽ അവസ്ഥ, വിലയില്ല, വാല്യൂ ഇല്ല. വാല്യൂ ഇല്ല. ആ, ഈ ഭയങ്കര അവസ്ഥ പ്രശ്നം. ആ വീട്ടിലെ ഉമ്മാക്കുണ്ടോ? ഉണ്ടാവില്ല, ഇല്ല. ഉണ്ടാവില്ല. ഇത് ഇതാണ് ഒരു പുരുഷന്റെ അവസ്ഥ. ആ, ഈ അവസ്ഥ ചോദിച്ചു വാങ്ങാണ് പെണ്ണുങ്ങൾ. ആ, 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 അതെ, ഈ അതെ. അവസ്ഥ ചോദിച്ചു വാങ്ങാൻ പോകണം. ഈ അവസ്ഥയിലേക്ക് എത്തുന്നതോടുകൂടി ആ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ, കയ്യിൽ കാശില്ലെങ്കിൽ വിലയില്ല, ആ, എൻ്റെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല, എങ്ങനെയാണ് കാശില്ലാതെ മക്കളെ ആ, മുന്നേക്ക് പോവുക, ആ. എങ്ങനെ കാശില്ലാതെ വീട്ടിൽ പോവുക എന്നൊരവസ്ഥ ഉണ്ടായാൽ കിട്ടണ പണി ചെയ്യേണ്ടി വരും. ഉം. Yes.
പല തോന്നിയാസങ്ങളിലേക്കൊക്കെ എന്തും വെസ്റ്റേൺ ചെയ്യാൻ വേൾഡിലേക്ക് ആ ആളുകൾ എത്താൻ കാരണം ഇതൊക്കെ ഇതാണ് ആയിരിക്കും. ആ, ആ, നിർബന്ധിതരാകും. ആ, ആണങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ആ, ആണ് കിട്ടുന്ന പണി പറഞ്ഞാൽ എന്താ പാറ പൊട്ടിക്കുകയാണെങ്കിൽ അത്, ആ, ഓ, ഓട്ടോറിക്ഷ ഓടിക്കുകയാണെങ്കിൽ അത്, ആ, തെരുവിലെ കച്ചവടമാണെങ്കിൽ അത്, എന്തെങ്കിലും ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ മാസം ലാസ്റ്റ് ആകുമ്പോഴേക്ക് കാശ് കൊണ്ടുവരണം എന്നുള്ളൊരു പ്രഷർ, ആ, ഒരു ഹൈ പ്രഷർ പുരുഷന്റെ തലയിലുണ്ട്. ഉണ്ട്. അതുകൊണ്ടാണ് പുരുഷൻ എന്ത് റിസ്ക് ഉള്ള പണിയും ചെയ്യണത്. ആ, പെണ്ണിന് നിലവിൽ ഈ അവസ്ഥയില്ല. ഇല്ല. അതുകൊണ്ടാണ് അവൾക്ക് എന്ത് അനുഭവപ്പെടുന്നത്, ഉം, ജോലി സ്ഥലം പലപ്പോഴും അവൾക്ക് പറഞ്ഞ മീൻസ് ഉം, ഈ ഫെമിനിസ്റ്റുകൾ അല്ലെങ്കിൽ ലിബറലിസ്റ്റുകൾ ഇത് അവതരിപ്പിക്കുമ്പോൾ ആനന്ദകരമായി നമ്മൾ കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നത്. ആ, ഏഹ് ഞാനിത് പറയുമ്പോൾ പലപ്പോഴും ഓർക്കല് എനിക്ക് അത്തരം ഒരു അനുഭവമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഉം, ആ യാദൃശ്ചികമായി ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ ഉം, ഒരു ഈ കാൻഡിഡേറ്റ്സിൻ്റെ കൂട്ടത്തിലൊരു പെൺകുട്ടി, ഉം, ഓൺലൈനാണ്, നമ്മളൊരു ആൾക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത്, അപ്പോൾ വെറുതെ നമ്മളൊരു സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പരിചയപ്പെടുമല്ലോ, ഉം, ഉം, എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് ചോദിക്കണ്ടേ, എവിടെ ഉം, നിന്നാണ് വീട്, ഉം, എന്തെങ്കിലും ഉം, ചോദിക്കണ്ടേ. ഉം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിച്ചു മാരീഡ് ആണോ ഉം, എന്ന് ചോദിച്ചു. 28 വയസ്സാണ് അവരെ ഉം, പ്രൊഫൈലിൽ ഉം, ഉം. കാണിക്കുന്നത്. അല്ല കല്യാണം ഒന്നും കഴിഞ്ഞില്ല, ഒരുപാട് ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഉം. ആ, 28 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ആ, ആ, ഒരു മധ്യ കേരളത്തിൽ ആ, നിന്നുള്ളതാണ്, ആ, നമ്മളെ ഈ ഒരു മാപ്പിള ഉം, കൾച്ചറിൻ്റെ ഭാഗമല്ല. ഉം. ആ, 28 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഒരുപാട് കല്യാണം കഴിക്കാനായിട്ടില്ല, എനിക്ക് ഒരുപാട് ബാധ്യത ഉണ്ട് എന്ന് പറയേണ്ട ഒരു അവസ്ഥ. ആ, ഇത് ഞാൻ യാദൃശ്ചികമായി കേൾക്കേണ്ടി വന്നതാണ്. പക്ഷെ ഇതുണ്ട് സമൂഹത്തിൽ നിന്നാണ് നമുക്ക് അതെ, അതെ. മനസ്സിലാവുന്നത്. ആരോക്കെ അങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട്. ആ ഒരിക്കലും ഒരു മലബാർ അല്ലെങ്കിൽ ഇസ്ലാം കൾച്ചർ, മുസ്ലിം കൾച്ചറിൽ അത് വരാൻ ഇല്ല. സാധ്യതയില്ല. അതാണ് ഞാൻ ഒരു പറഞ്ഞത്. സാധ്യതയില്ല. ആ ഇത് പൊളിച്ചെറിഞ്ഞിട്ട് ഇനി ആ ബാധ്യത ഏൽക്കാൻ പോവാണ് ആ, നമ്മളെ കുട്ടികൾ. അതെ, അതെ. ഏത് അതെ, അതെ. ഏ, ബാധ്യതകള് ആവോളം അവളെ തലയിലേക്ക് തലേക്ക് ഏറ്റാൻ വേണ്ടി സ്വയം പോവാണ്. ഏറ്റെടുക്കാൻ പോവാണ്. ഇപ്പൊ ഇവർക്ക് ഇതൊരു രസമായിട്ട് തോന്നുന്നുണ്ട്, ആ, ജോലിക്ക് പോവുക, കയ്യിൽ കാശ് ഉണ്ടാകുക അതെ, എന്നുള്ളത്. അതെ, അതെ. പക്ഷെ ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഉം. ഇവരിൽ നിന്ന് കാശ് നിർബന്ധമായും പ്രതി പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ, ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാനായിട്ടില്ല, ആ, ഒരുപാട് ബാധ്യത ഉണ്ട്. അതെ. ഇത് നമ്മൾ ആൺകുട്ടികൾ പറഞ്ഞു ആ, കേട്ടിട്ടുണ്ടാവും, ആ, പെങ്ങന്മാരെ കെട്ടിക്കാണ്ട്, വീടാകാണ്ട്, ആ, ഒരുപാട് ബാധ്യത ഉണ്ട്, കല്യാണം കഴിക്കാനായില്ല. ആ. ഇത് പറയേണ്ട ഒരു അവസ്ഥ മുസ്ലിം സ്ത്രീകൾക്കൊരു സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഉം. അതെ. ഇത് ഇനി ഏറ്റു വാങ്ങാൻ പോവാണ്. ആ, അതാണ് സത്യത്തിൽ. ഈ അപ്പോൾ കൾച്ചറിന്റെ ഒരു ഈ ബൈ കൾച്ചറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ബൈ വരുന്നുണ്ട്. പ്രൊഡക്റ്റ് ആയിട്ട് വരാൻ പോണ ഒരു സംഗതി അതാണ്. ഉം, കാരണം ഈ ഉത്തരവാദിത്തം നമ്മൾ നേരത്തെ പറഞ്ഞേക്ക് വന്നാൽ എന്ത് ഈ ആനുകൂല്യങ്ങളും അവകാശങ്ങളും മാത്രം ചോദിക്കുക, ഉത്തരവാദിത്തങ്ങൾ പറ്റാതിരിക്കുക എന്നുള്ളത് എന്നും അനുവദിക്കപ്പെടുന്നില്ല. അനുവദിക്കപ്പെടൂല. ആ, അതെ. ഒരു അതെന്തായാലും ഒരു സമയത്ത് കൗണ്ടർ മൂവ്മെന്റ് വരും. വീണ്ടും അതെ, അതെ, ഓൾറെഡി വന്നിട്ടുണ്ട്. അതെ. ഓൾറെഡി ഈ തീവ്ര ഫെമിനിസത്തിന് മറുവശത്ത് നിന്ന് പുരുഷപക്ഷവാദങ്ങൾ ആ, ഓൾറെഡി, മെനിനിസം. മെനിനിസം ഉം, എന്ന പേരിൽ ഉം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് ഇവിടെ ചെറുതായിട്ടേ വന്നിട്ടുള്ളൂ. ഉം, MGTOW എന്ന് പറഞ്ഞ ഉം, ഒരു മൂവ്മെൻറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. മെൻ ഗോ ദെയർ ഓൺ വേ, ഉം, ആണുങ്ങൾ ഓല വഴിക്ക് പോവുക, ഉം, പെണ്ണിനെ മെയിൻറ്റെയിൻ ചെയ്യാതൊക്കെ. ഉം, അതാണ് ഓല. പെണ്ണിനെ സ്നേഹിക്കാനോ മെയിൻറ്റെയിൻ ചെയ്യാനോ കല്യാണം കഴിക്കാനോ ഒന്നും തിരിഞ്ഞു നോക്കണ്ട. ഉം, ഉം, ഉം. ഉം, ഉം. ഒരു എക്സ്ട്രീം വെർഷൻ അതെ, എക്സ്ട്രീം ഓഫ്. വേർഷൻ. ആ, യുവാക്കളെ, പുരുഷന്മാരെ, നിങ്ങളെ കരിയറിൽ ശ്രദ്ധിക്കുക, വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുക, കരിയറിൽ ശ്രദ്ധിക്കുക, കാശുണ്ടാക്കുക. ആ, ഉം. പെണ്ണിൻ്റെ പിന്നാലെ പോയതൊക്കെ നഷ്ടപ്പെടും. ഉം. കരിയറും കാശും ഉണ്ടായാൽ നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിക്കണത്, അതന്നെ ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരും. ആ, അതാണ് ഓല് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കരിയറിലും കാശിലും, പെൺകുട്ടിൻ്റെ ബാക്കിൽ പോകരുത്. ആ, ആ, കിട്ടാത്തോണ്ടല്ല, പോകരുത്. ആ, പോയത്. എന്നിട്ട് കാശും കരിയറും ഉണ്ടാക്കുക, ആ, ഉയർന്ന കരിയറും ആ, നല്ല കാശും ഉണ്ടാക്കുക. ആ, എന്തിനാണ് നിങ്ങൾ വിവാഹം കഴിക്കണത്? ഇപ്പോൾ ഈ പറഞ്ഞ മോഡേണൈസ് ചെയ്യപ്പെട്ട പെൺകുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സേവനവും ഇവർ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞിട്ട് ഞാൻ ആ, ആ, പറഞ്ഞ് ആ, പ്രതീക്ഷിക്കേണ്ടിയില്ല. ആ, അവരെല്ലാത്തിലും തുല്യത ആവശ്യപ്പെടും. ആ, എന്നാലോ വിവാഹമോചനം നേടിയാൽ അവർ ആ, പകുതി നമ്മളെ സ്വത്തും കൊണ്ട് പോവുകയും ചെയ്യും. ആ, അപ്പോൾ സെക്സിന് വേണ്ടിയാണോ പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കണത്? ഈ സെക്സിന് ഇപ്പോൾ മാരിറ്റൽ റേപ്പിൻ്റെ നിയമങ്ങളൊക്കെ വരാൻ പോയാൽ സെക്സ് പോലും സേഫ് അല്ല, വിവാഹത്തിനകത്ത് പോലും. ഉം, ഉം, അപ്പോൾ നിങ്ങൾ കാശുണ്ടാക്കുക, ഇതുണ്ടാക്കുക, ഉം, എന്നാൽ എന്ത് ചെയ്യും, ആ. സെക്സ് അടക്കം നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും. നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇഷ്ടം പോലെ ഇത്. ആളുകൾ വരും. ഒരാളല്ല, ഇവർ പല ചെയ്യുന്ന ആളുകൾ നിങ്ങൾ പ്രൊപ്പഗണ്ടയാണിത്. പ്രൊപ്പഗണ്ട. ആ, ഇത് അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ പെൺകുട്ടികളെ സൈഡിൽ നിന്ന് ഫെമിനിസ്റ്റുകൾ ചോദിച്ച ചോദ്യം, ഇപ്പുറത്ത് പെൺകുട്ടികൾക്ക് വിവാഹം കൊണ്ട് എന്താണ് കാര്യം, നഷ്ടപ്പെടാനല്ലാതെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ, ആ, അതിലാണ് ഇവർ ആ, തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ആ. ഇതേ ചോദ്യം അപ്പുറത്ത് ചോദിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതെ, ആണുങ്ങൾക്ക് എന്താണ് കാര്യം. അതെ. ഈ രണ്ട് എക്സ്ട്രീമും കൊടുക്കേണ്ടത് ഉത്തരവാദിത്തമല്ലാതെ. ഉത്തരവാദിത്തമല്ലാതെ ഇത് രണ്ടും വളർന്നു വരുന്നതോടുകൂടി, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ ഫെമിനിസത്തിന് എന്തായാലും ഒരു ബദൽ മൂവ്മെന്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉം, ഉം. അത് വളർന്നു വരുമ്പോൾ പെണ്ണുങ്ങൾ തുല്യ അവകാശം വാങ്ങിയാൽ പോരാ, ഉം. തുല്യ ചെലവും വഹിക്കണം എന്ന് കഴിക്കണമെന്ന് പറഞ്ഞിടത്തേക്ക് എത്തും. എത്തും. അപ്പോൾ നമ്മളെ വീട്ടിലെ പെണ്ണിനോടും ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറയിൽ പെരണ്ടാക്കാനും ഉം. സ്ഥലം വാങ്ങാനും മക്കളെ ഒക്കെ കെട്ടിക്കാനും
ഒക്കെ പൗതിജ്ജും കൊണ്ടുവരും കൊണ്ടുവരും. എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുമ്പോൾ ഈ ജോലിക്ക് പോലൊന്നും എന്തുണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. സുഖം അവർക്ക് ഉണ്ടാവില്ല. കഴിയില്ല. സുഖം ഉണ്ടാവില്ല. അതിൽ ആ ബിയർ ചെയ്യാൻ സഹിക്കാൻ അവർക്ക് കഴിയില്ല. ഇത് ചോദിച്ചു വാങ്ങുകയാണ്. ഇതിപ്പോൾ ഒരു ട്രാൻസിഷൻ കെട്ടായതുകൊണ്ട് അതെ. സുഖം ഉണ്ടാവും. സുഖം ഉണ്ടാവും. അതെ. ഏത് അതെ. കാരണം അപ്പൊ അത് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ അത് കുറച്ചുകൂടി വരും. കാര്യം കുറച്ചുകൂടി കാരണം മനസ്സിലാക്കിയിട്ട് അതെ ഒഴുക്ക് അങ്ങനെയാണ്, എന്തായാലും വരും. ഒഴുക്കിലേക്ക്. അതെ അതെ അതെ. അപ്പൊ ശരിക്കും എക്സ്ട്രീം മെനിനിസത്തിലോ ഫെമിനിസത്തിലോ അല്ല കാര്യം. ഇതിന്റെ ഒരു മിഡിൽ അതെ, ഇതിന്റെ പാത്തിലാണ് മിഡിലാണ്. അവിടെയാണ് ഇസ്ലാം ശരിക്കും ഇസ്ലാം കൃത്യമായിട്ട് ശരിക്കും സാധനം കൃത്യമായിട്ട് വെച്ചിട്ടുള്ളത്. സാധനം വെച്ചിട്ടുണ്ട്. അവിടെ ശരിക്കും പാരസ്പര്യം അല്ലെങ്കിൽ പരസ്പര പൂരമാണ്, കോംപ്ലിമെന്ററി ആവുക ആവുക എന്നുള്ളൊരു എന്നുള്ള